പിടിക്കപ്പെട്ട് അവളെ കൊണ്ടുവന്ന അവൾക്ക് എന്തുകൊണ്ട് യേശു മോചനം നൽകുവാനായിട്ടിടയായി? അവളുടെ പാപത്തെയും യേശു ചുമന്നിരുന്നു. അവളുടെ ശിക്ഷാവിധിയെയും ഏറ്റെടുത്തുകൊണ്ടാണ് യേശു അവളുടെ മുൻപിൽ നിൽക്കുന്നത്. അവളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിപ്പാൻ വന്നവനായ കർത്താവിന്റെ മുമ്പിൽ താനായിരുന്നപ്പോൾ അവൾക്ക് പാപമോചനം ലഭിക്കുവാനായിട്ടിടയായി. പാപത്തിൽ നിന്നുള്ള അതിന്റെ അനന്തരഫലമായ ശിക്ഷാവിധിയിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവൾക്ക് വിടുതൽ ലഭിക്കാനായിട്ടിടയായി. നാം മനസ്സിലാക്കണം, യേശു പാപം ചുമന്നതുകൊണ്ട് മാനവജാതിക്ക് 3 തരത്തിലുള്ള രക്ഷ ലഭിക്കാനായിട്ടിടയായി. ഒന്ന്, പാപം നിമിത്തം മാതാ മുതൽ ദൈവസഭയിൽ നിന്ന് വേർപെട്ടുപോയി പാപത്താൽ ഭരിക്കപ്പെടുന്ന മനുഷ്യാത്മാവിന്റെ മോചനം. 2, മനസ്സാക്ഷിയുടെ ശുദ്ധീകരണം. ദുർമനസ്സാക്ഷിയിൽ നിന്ന് മാറി നല്ല മനസ്സാക്ഷിയുള്ളവരായി മാറ്റത്തക്ക നിലയിൽ അവരുടെ മനസ്സാക്ഷിയുടെ ശുദ്ധീകരണം. 3, പാപം പ്രവേശിച്ച മനുഷ്യന്റെ ശരീരം ദ്രവത്വമുള്ളതായി മാറുകയും വിവിധ രോഗങ്ങൾക്ക് പാപം ചുമന്നത് നമുക്ക് പാപക്ഷമതെന്ന് നമ്മുടെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മടങ്ങി വരേണ്ടതിനും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വരേണ്ടതിനും നമ്മുടെ മനസ്സാക്ഷിയെ പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന് നമ്മുടെ മനസ്സിനോട് സംസാരിക്കാൻ കഴിയുന്ന, കൂട്ടായ്മ അനുഭവിക്കാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് നമ്മെ ആക്കി തീർക്കേണ്ടതിനും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വന്ന നാനാവ്യാധികളാൽ വലഞ്ഞവരെ സൗഖ്യമാക്കി. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, ആൾമൻ സംസാരിച്ച് മുടങ്ങൻ നടന്നു. കാരണം എന്താണ്? താൻ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. പാപമാണ് മനുഷ്യ ശരീരത്തിൽ വൈകല്യങ്ങളെ കൊണ്ടുവന്നത്. പാപമാണ് മനുഷ്യ ശരീരത്തിൽ രോഗാവസ്ഥകളെ കൊണ്ടുവന്നത്. പാപമാണ് മനുഷ്യാത്മാവ് വേർപെട്ടു പോകുന്ന മരണം എന്ന പ്രക്രിയയും മനുഷ്യരിലേക്ക് പ്രവേശിക്കുവാനായിട്ടിടയായി. കർത്താവ് അവൾക്ക് പാപക്ഷമ നൽകി, പാപമോചനം നൽകി. മറ്റുള്ളവരെല്ലാം മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി കുറ്റബോധമുള്ളവരായി മടങ്ങിപ്പോയി. അവൾ മാത്രം യേശുവിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ചു. ഈ സന്ദേശം കേൾക്കുന്ന ആരും ദൈവത്തിന്റെ മുമ്പിൽ നാം നീതിമാന്മാരാണ് എന്ന് ചിന്തിച്ച് നമുക്ക് ഈ രക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നാം തള്ളിക്ക